ഊർവശിയും എല്ലാവരെയും പോലെ മുംബൈയിലേക്ക് ഹീറോയിൻ ആകാൻ വേണ്ടി വന്നു. അവൾ ഒരുപാട് ഓഡിഷനും പോയി. എന്നാൽ ഓഡിഷന് എപ്പോഴും ഒരുപാട് ആൾക്കാർ വരുന്നതുകൊണ്ട് അവൾ ഒരു വലിയ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. ഈ മുംബൈ സിറ്റിയിൽ അവൾക്ക് രാഹുലിനെ മാത്രമേ അറിയൂ. രാഹുൽ, ഏതെങ്കിലും പ്രൊഡ്യൂസറിനോട് സംസാരിച്ചോ? എനിക്ക് നെക്സ്റ്റ് ഓഡിഷൻ എവിടെയാണ്? നീ ഇതുവരെ 3 സ്ഥലത്ത് ഓഡിഷന് പോയില്ലേ? അവിടേക്ക് എന്തു പറ്റി? ഓഡിഷന് പോയിരുന്നു. വോട്ടിങ്ങിലാണ് പേര് വന്നത്. ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. ഇനി ഇങ്ങനെ തന്നെയാണെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോയേ പറ്റൂ. ആ ശരി, എനിക്ക് അറിയാവുന്ന ഒരു മൂവിയിൽ കേട്ടു അവിടെ ഒരു ഹീറോയിൻ വേണമെന്ന്. നീ പോയി നോക്ക്. സത്യമായിട്ടും? ആ പടത്തിന്റെ പേരെന്താ? അയ്യോ, പേര് ഹൊറർ മൂവിയാണ്. അതിന്റെ പേര് ഇവിടെ ആരോ ഉണ്ട്. വാവ്, കേൾക്കാൻ തന്നെ നല്ല രസമുണ്ട്. നീ എന്താ ഇത്രയും നാളെ എന്നോട് പറയാതിരുന്നത്? കാരണം ആ മൂവി ഡയറക്ടർ സ്റ്റോപ്പ് ചെയ്തേക്കുവാ. അത് എന്തുകൊണ്ടാ നിർത്തിയതെന്ന് ഞാൻ കൺഫേം ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ നിന്നോട് സംസാരിക്കാം. ശരി. അടുത്ത ദിവസം രാഹുൽ ഡയറക്ടറിനോട് സംസാരിച്ച് ഊർവശിയുടെ വീട്ടിലേക്ക് പോയി. നോക്കൂ ഊർവശി, ഞാൻ ഡയറക്ടറിനോട് സംസാരിച്ചു. അവർ ആ മൂവിയിൽ ലീഡ് റോളിന് വേണ്ടി നിന്നെ ഓഡിഷനിലെടുക്കാൻ തയ്യാറാണ്. ദാറ്റ്സ് ഗ്രേറ്റ്. എന്നെ അവിടേക്ക് കൊണ്ടുപോ, ഞാൻ ഓഡിഷന് കയറാം. എന്നാൽ അദ്ദേഹം പറഞ്ഞത് വെച്ച് നീ ആ പടത്തിൽ അഭിനയിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതെന്താ അങ്ങനെ? ഇറ്റ്സ് എ വെരി ബിഗ് ഓപ്പർച്യൂണിറ്റി. അത് ആ സ്ക്രിപ്റ്റ് അവർ എഴുതിയിട്ടില്ലേ? അത് 2 വർഷത്തിന് മുൻപേ എഴുതിയതാ. പിന്നെ ഡയറക്ടർ പറഞ്ഞു, ഞാൻ ആ പടത്തിൽ അഭിനയിക്കുന്നു എന്ന് ഏതെങ്കിലും പെൺകുട്ടി സൈൻ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്കുള്ളിൽ ആ പെൺകുട്ടി ഉറപ്പായും മരിച്ചു പോകുമത്രേ. അവർ കൊല്ലപ്പെട്ടെങ്കിൽ അതവരുടെ ബാഡ് ലക്കാ. പടത്തിനും അവരുടെ മരണത്തിനും എന്ത് ബന്ധമാ? രാഹുൽ മുന്നറിയിപ്പ് കൊടുത്തിട്ട് പോലും ഊർവശി ഓഡിഷന് പോയി. ഫിലിമിന് സൈനും ചെയ്തു. അത് ഷൂട്ടിങ്ങിന്റെ തുടക്കമായതുകൊണ്ട് അവൾ ഒരുപാട് സന്തോഷത്തിലായിരുന്നു. ഊർവശി മാം, ഫസ്റ്റ് സീനിൽ നിങ്ങൾ നിങ്ങളുടെ മുടി ചീകി കണ്ണാടിയിൽ നോക്കിക്കൊണ്ടേ നിൽക്കുന്നു. ഓക്കെ അല്ലേ? പിന്നെ മൂവിയിലെ ഹീറോ അർഷിത് നിങ്ങളെ ബെഡിലിരുന്ന് നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കണ്ണാടിയിൽ നിങ്ങളൊരു പ്രേതത്തെ കാണും. പ്രേതത്തിന്റെ കയ്യിലുള്ള കത്തി കണ്ട് നിങ്ങളുടെ ജീവൻ പോകുന്നത് പോലെയാകും. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ പേടിച്ചു പോയി കണ്ണാടിയിൽ നിന്നും തിരിഞ്ഞു നോക്കും. അപ്പോൾ സീൻ കട്ടാകും. മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ സർ, ഐ ഗോട്ട് ഇറ്റ്. ടേക്ക് 1, ലൈറ്റ്സ്, ക്യാമറ ആൻഡ് ആക്ഷൻ. ഊർവശി കണ്ണാടിയിൽ നോക്കിക്കൊണ്ടേ മുടി നേരെയാക്കിക്കൊണ്ടിരുന്നു. ഹർഷിത് ബെഡിലിരുന്ന് അവളെ സ്നേഹത്തോടെ നോക്കിക്കൊണ്ടേയിരുന്നു. നിങ്ങളെന്താ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ ചിന്തിച്ചതാ, ഞാൻ എന്ത് ഭാഗ്യശാലിയാണ് നിന്നെപ്പോലെ ഒരു സുന്ദരി എനിക്ക് ഭാര്യയായി കിട്ടിയതിന്. ഇത് കേട്ട് ഊർവശി ഒരുപാട് സന്തോഷിച്ചു. അപ്പോഴാണ് അവൾ കണ്ണാടിയിൽ ഒരു ഭയാനകരമായ സ്ത്രീയെ കണ്ടത്. അവളുടെ മുഖം ചിതറിക്കിടക്കുന്ന മുടിയാൽ മൂടപ്പെട്ടിരുന്നു. ചുമന്ന സാരിയും അണിഞ്ഞ് കയ്യിൽ ഒരു കത്തിയും ഉണ്ടായിരുന്നു. നഖങ്ങൾ ചെന്നായയുടെ നഖങ്ങൾ പോലെ കൂർമ്മയുള്ളതായിരുന്നു. അവൾ തന്റെ കൈപൊക്കി ഊർവശിയെ അവളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി വിളിച്ചു. ഇത് കണ്ടതും ഊർവശി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. പേടിച്ചുപോയി ഉറക്കെ അലറുകയും ചെയ്തു. കട്ട്. സൂപ്പർ 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 മാം, സൂപ്പറായി ചെയ്തു. കട്ട് എന്ന് പറഞ്ഞതും എല്ലാവരും ആക്ടിംഗ് നിർത്തി. എന്നാൽ ആ ഭയാനകരമായ സ്ത്രീ ഇപ്പോഴും ഊർവശിയുടെ മുൻപിൽ തന്നെ നിന്നു. അപ്പോഴാണ് അവിടെ ഒരു പെൺകുട്ടി വന്ന് ഇങ്ങനെ പറഞ്ഞത്. സാർ, നിങ്ങളെന്താ കളിക്കുവാണോ? ഞാൻ ബാത്റൂമിലായിരുന്നു. ആരോ വെളിയിൽ നിന്ന് ലോക്ക് ചെയ്തു. ഒരു സ്പോട്ട് ബോയ് വന്ന് തുറന്നുകൊണ്ടാ ഞാൻ വെളിയിൽ വന്നത്. ആ പെൺകുട്ടിയെ കണ്ട് എല്ലാവരും ഷോക്കായി. എന്തുകൊണ്ടെന്നാൽ ഈ പെൺകുട്ടിയാണ് ആ പ്രേതത്തിന്റെ റോൾ ചെയ്യേണ്ടിയിരുന്നത്. അയ്യോ, നീ ബാത്റൂമിൽ ആയിരുന്നെങ്കിൽ അപ്പോൾ ഇതാരാ? എല്ലാവരും ആ പ്രേതത്തിനെ നോക്കി. അവൾ തന്റെ കഴുത്തും പൊക്കി. അപ്പോൾ എല്ലാവർക്കും അവളുടെ ഭയാനകരമായ മുഖം കാണാമായിരുന്നു. അവളെ കണ്ട് എല്ലാവരും ഞെട്ടിവിറച്ചു. ഇവിടെ ആരോ ഉണ്ട്. അവൾ ഊർവശിയുടെ മുൻപിൽ നിന്നു. ഊർവശിയുടെ ഹൃദയം നിലച്ചതുപോലെയുമായി. അവൾ പേടിയിൽ ആ പ്രേതത്തെ തന്നെ നോക്കിക്കൊണ്ടേ നിന്നു. ആരാ നീ? എന്നെ മറന്നുപോയോ? ഞാനാണ് വിശാഖ. ഇങ്ങനെ പറഞ്ഞ് അവൾ തന്റെ കയ്യെ ഹീറോയുടെ കണ്ണിൽ കുത്തി അവനെ അന്ധനാക്കി മാറ്റി.
ഇത് കണ്ട് എല്ലാവരും പേടിച്ചു. നന്നായി കാറ്റ് വീശുന്നുമുണ്ടായിരുന്നു. ഡയറക്ടർ ഇതെല്ലാം കണ്ട് അമ്പരന്ന് പോയി ഒരു ശില്പത്തെ പോലെ അവിടെ തന്നെ നിന്നു. ഊർവശി തന്റെ ജീവൻ രക്ഷിക്കാൻ അവിടെ നിന്നും ഓടി. എന്നാൽ സെറ്റിലുണ്ടായിരുന്ന എല്ലാ വാതിലും തന്നെ അടഞ്ഞു. ആർക്കും അവിടെ നിന്നും വെളിയിൽ പോകാനേ സാധിച്ചില്ല. അപ്പോൾ പ്രേതം ഓടിക്കൊണ്ടിരുന്ന ഒരാളുടെ കഴുത്തിൽ പിടിച്ചു. അവന്റെ തല ശരീരത്തിൽ നിന്നും പറിച്ചെടുക്കുകയും ചെയ്തു. നോ 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 നോ. ഇവിടെ ആരോ ഉണ്ട്. ഊർവശി ഇപ്പോൾ ഒരുപാട് പേടിച്ചിരുന്നു. ഷൂട്ടിങ്ങിന്റെ ആദ്യ ദിവസം തന്നെ ഇത്ര ഭയാനകരമായിരിക്കുമെന്ന് അവൾ ചിന്തിച്ചിട്ട് കൂടിയില്ല. ഡയറക്ടർ സാർ, കുറച്ചടുത്തേക്ക് വരൂന്നേ. നിങ്ങൾ എന്തിനാണ് പേടിച്ചു നിൽക്കുന്നത്? രക്ഷിക്കൂ, രക്ഷിക്കൂ, രക്ഷിക്കൂ. ഇങ്ങനെ അലറിക്കൊണ്ട് ഡയറക്ടർ ഒരു റൂമിലേക്ക് പോയി. അവിടെ ആരും തന്നെ ഇല്ലായിരുന്നു. ഊർവശിയും പേടിച്ച് അവളിൽ നിന്നും ഒളിച്ചിരിക്കാൻ നോക്കി. നീ ആരാണ്? നീ എന്തിനാ എല്ലാവരും ഇങ്ങനെ കൊല്ലുന്നത്? ഞങ്ങൾ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? ഞാൻ ആരാണെന്ന് നിനക്കറിയണോ? എന്നാൽ കേട്ടോ, എന്റെ പേര് വിശാഖ. 2 വർഷങ്ങൾക്ക് മുൻപ് ഞാനും ആക്ട്രസ് ആവണമെന്ന ആഗ്രഹത്തോടെ മുംബൈയിൽ വന്നു. ഈ ഫിലിം ഡയറക്ടർ എന്നെ ലീഡ് റോളിന് വേണ്ടി സൈൻ ചെയ്യിപ്പിച്ചു. ഷൂട്ടിങ്ങും തുടങ്ങാറായിരുന്നു. എന്നാൽ പെട്ടെന്ന് ഈ ഹർഷിത്ത് എന്തു പറഞ്ഞെന്നാൽ ഞാൻ ഈ റോളിന് ശരിയാവില്ലെന്ന്. എന്റെ സ്ഥാനത്ത് അവന്റെ ഫ്രണ്ടിന് ലീഡ് റോള് കൊടുക്കാൻ പറഞ്ഞു. ഈ ഡയറക്ടറും ഉടൻ തന്നെ അവൻ പറഞ്ഞത് സമ്മതിച്ചു. അവരെന്നെ സൈഡിലുമാക്കി. ആ വേദന എനിക്ക് സഹിക്കാനേ പറ്റിയില്ല. എന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോയതുപോലെ എനിക്ക് തോന്നി. ഞാൻ 2 പേരെയും ഭീഷണിപ്പെടുത്തി. ഇനി എന്റെ റോൾ നിങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുത്താൽ ഞാൻ പോലീസിന് റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ആ സമയം ഇവർ 2 പേരും ലഹരിയിലായിരുന്നു. അവർ എന്നെ പിടികൂടി. എന്നോട് 2 പേരും മോശമായി പെരുമാറാൻ തുടങ്ങി. ഞാൻ അവരിൽ നിന്നും രക്ഷപ്പെട്ട് ബാൽക്കണിയിലേക്ക് ഓടി. അവരും എന്റെ പിന്നാലെ വന്നു. അപ്പോൾ ഞാൻ അറിയാതെ ബാൽക്കണിയിൽ നിന്നും താഴെ വീണ് മരിച്ചും പോയി. പിന്നെ എന്റെ ശരീരം ഇവർ 2 പേരും ചേർന്ന് കുഴിച്ചിട്ടു. എന്നാൽ എന്റെ ആത്മാവ് ഒരു ഭയാനകരമായ രൂപമായി മാറി. അന്നു മുതൽ ഞാൻ പ്രതികാരം ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം വേറെ ഏത് പെൺകുട്ടി ഈ പടത്തിന് വേണ്ടി സൈൻ ചെയ്താലും ഞാൻ അവരെ എല്ലാവരെയും കൊന്നുകൊണ്ടേയിരുന്നു. ഈ പടത്തിന് ഞാനാണ് സൈൻ ചെയ്തത്. അതുകൊണ്ട് ആരും തന്നെ ഈ പടം ചെയ്യാൻ പാടില്ല. നിനക്ക് വലിയ അനീതിയാണ് സംഭവിച്ചത്. എന്നാൽ നീ നിന്നെ പോലുള്ള പെൺകുട്ടികളെയാണ് കൊല്ലുന്നത്. ഇത് ശരിയാണോ? പറയൂ. ഞാനും നിന്നെപ്പോലെ ഹീറോയിൻ ആവണമെന്ന ആശയോടെ വന്നതാണ്. എന്നെയും നീ കൊല്ലുമോ? ഇത് കേട്ട് വിശാഖ അവളുടെ തെറ്റ് മനസ്സിലാക്കി. പിന്നെ ഇങ്ങനെ പറഞ്ഞു. എന്റെ സ്വപ്നം നിറവേറിയില്ല. എന്നാൽ നീ നിന്റെ സ്വപ്നം ഉറപ്പായും നിറവേറ്റും. ഈ പടം നീ തന്നെ ചെയ്യണം. എന്നാൽ ഹീറോയും ഡയറക്ടറും ഈ ചതിയന്മാരാകാൻ പാടില്ല. ഇങ്ങനെ പറഞ്ഞ് വിശാഖ ഹർഷിത്തിനെ നോക്കി. അവൻ അന്ധനായി മാറിയതുകൊണ്ട് തറയിൽ ഇഴഞ്ഞുകൊണ്ടേയിരുന്നു. വിശാഖ പതുക്കെ അവന്റെ അടുത്തേക്കും പോയി അവന്റെ തോളിൽ കൈവയ്ക്കുകയും ചെയ്തു. ആരാ? ഇവിടെ ആരോ ഉണ്ട്. ഇങ്ങനെ പറഞ്ഞ് അവൾ അവന്റെ വയറ്റിൽ കുത്തിയ ഉടനെ ഹർഷത്തിന്റെ രക്തക്കുഴലുകൾ വെളിയിലേക്ക് വന്നു. പിന്നെ വായിൽ നിന്നും ചോര വന്നു. ഇത് കണ്ട് ഊർവശി ഒരുപാട് പേടിച്ചുപോയി. ഉച്ചത്തിൽ അലറി. അതിനുശേഷം വിശാഖ ഡയറക്ടർ ഒളിച്ചിരിക്കുന്ന റൂമിലേക്കും പോയി. അവൾ അയാളുടെ പിന്നിൽ പോയി നിന്നു. ദൈവമേ, ദൈവമേ, എന്നെ ദയവ് ചെയ്ത് രക്ഷിക്കൂ. ഇവിടെ ആരോ ഉണ്ട്. അവൻ പിന്നിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ വിശാഖ കയ്യിൽ കത്തിയുമായി നിൽക്കുന്നു. അവൾ കുറച്ചുപോലും താമസിക്കാതെ അവളുടെ കൈകൊണ്ട് വയറ്റിൽ കുത്തി. മറ്റൊരു കൈയിൽ പിടിച്ചിരുന്ന കത്തി കൊണ്ട് അവന്റെ കഴുത്ത് എങ്ങനെ വെട്ടിയെന്നാൽ അവന്റെ തല ശരീരത്തിൽ നിന്നും മുറിഞ്ഞു വീണു. ഇവിടെ ആരോ ഉണ്ട്.